മാഡം വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്താൽ പോരെ? അതിനു മുമ്പ് അകത്ത് കയറിയാൽ ഒരുപക്ഷെ. ലുക്ക്, നമ്മുടെ പ്രധാന പ്രശ്നം അവിടെ ശ്യാമ മേഡവും അമൃത മേഡവും ഉണ്ടോ എന്ന് അറിയാന്നുള്ളതാ. അതിനുവേണ്ടിയാ അവിടെ വാച്ച് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഡു ഇറ്റ് ഫാസ്റ്റ്. ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഓക്കെ മാഡം. ചെറിയമ്മ, ചെറിയച്ഛൻ, ഗൗതം, എല്ലാവരും. ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും കണിമംഗലം സ്വന്തമാക്കണമായിരുന്നു. അതിന് വെറും ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ. ഇന്നിപ്പോ ഗൗതമിന്റെ ആവശ്യത്തിന് ഞാൻ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഗൗതം എന്നെക്കുറിച്ചുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കും. ചെറിയമ്മയോടും ചെറിയച്ഛനോടും പറഞ്ഞു കൊടുക്കും. അവരെന്നെ ആട്ടിയിറക്കും. എന്നെക്കുറിച്ച് വൃത്തികെട്ട കഥകള് നാട് മുഴുവൻ പ്രചരിപ്പിക്കും. ഒരുപക്ഷെ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും ജീവൻ ഒടുക്കാനായിരിക്കും എന്റെ വിധി. അങ്ങനെ പോവേണ്ടി വന്ന അതിനു മുൻപ് ഒരു വാക്ക് മാത്രം എനിക്ക് വേണ്ടത്. എന്റെ തെറ്റുകള് പരിപൂർണമായി സൂര്യ ക്ഷമിച്ചു എന്ന്. എവിടെയെങ്കിലും ഞാൻ കുറച്ചു നാളെ കൂടി ജീവിക്കെങ്കിൽ എന്റെ ഉള്ളിൽ നിറയെ സൂര്യയോടുള്ള സ്നേഹം ഉണ്ടാവും. ഞാൻ അവസാനിച്ചില്ലാതാകുമ്പോഴും സൂര്യ എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. എന്നോട് ഓർക്കണം സൂര്യ. സോറി സൂര്യ. സൂര്യയുടെ മനസ്സ് മനസ്സിലാക്കാതെ പോയതില് സൂര്യയോടും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരോടും ഞാൻ ക്രൂരത കാണിച്ചതിന് മാപ്പ്. ഈ മാപ്പൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ പോവാണോ? ചാവാൻ തീരുമാനിച്ചിരിക്ക? എടോ, താൻ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോ രാധികത പുറത്തില്ലേ? തനിക്ക് നല്ല വഴി ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ? അങ്ങനെ എനിക്കും പറ്റും. എനിക്കും ക്ഷമിക്കാൻ പറ്റും തന്നോട്. പഴയതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. നമുക്ക് പുതിയതായിട്ടൊരു ജീവിതം തുടങ്ങാം. പരസ്പരം സ്നേഹിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ജീവിക്കാം. അതിന് തയ്യാറാണോ താൻ? എന്റെ മനസ്സറിഞ്ഞ് എന്റെ പെണ്ണ് എന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അവളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. ബെഞ്ചമിൻ ഇവിടെ ഉണ്ടെങ്കിലേ ഒരുപക്ഷെ ശ്യാമയോടും ഇവിടെ തന്നെ ഉണ്ടാവും. ഹലോ. മാഡം, ഞങ്ങളിപ്പോ ബെഞ്ചമിന്റെ പുറകെ തന്നെയുണ്ട്. അയാളിപ്പോ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിരിക്കുക. നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് മാഡം. ആ, ഓക്കെ. നിങ്ങൾ അകത്തേക്ക് പോ. അവിടുത്തെ സിറ്റുവേഷൻ മൊത്തം വാച്ച് ചെയ്യണം. ശരി മാഡം. ഐ മീൻ, അവരെത്ര പേരുണ്ട്, ഏതൊക്കെ വിധത്തിലുള്ള ആൾക്കാരാ എന്നൊക്കെ മനസ്സിലായോ?
ശരി മാഡം. ദെൻ വെയിറ്റ് ചെയ്യാ. ഞാൻ വന്നതിന് ശേഷം മാത്രമേ ഒരു അറ്റാക്ക് പാടുള്ളൂ. അതുവരെ ഒരാൾക്കും ഒരു സംശയവും പാടില്ല. മാഡം മാഡം വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്താൽ പോരെ? അതിനു മുമ്പ് അകത്ത് കയറിയാൽ ഒരുപക്ഷെ. ലുക്ക്, നമ്മുടെ പ്രധാന പ്രശ്നം അവിടെ ശ്യാമ മേഡവും അമൃത മേഡവും ഉണ്ടോ എന്ന് അറിയാന്നുള്ളതാ. അതിനുവേണ്ടിയാ അവിടെ വാച്ച് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഡു ഇറ്റ് ഫാസ്റ്റ്. ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഓക്കെ മാഡം. മാഡം അകത്ത് കയറാനാ പറഞ്ഞേക്കുന്നത്. അവിടെ എല്ലാം നോക്കി ശ്യാമ അമൃത അവിടെ ഉണ്ടോ എന്ന് നോക്കി പറയാനാ പറഞ്ഞേക്കുന്നത്. വാ നോക്കാം. വാ. ഹലോ. ഹലോ മാഡം, ശ്യാമ മാഡവും അമൃത മാഡവും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ബെഞ്ചമിന്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ബെഞ്ചമിന്റെ കൂടെ ഒരു ഗുണ്ട മാത്രമേ ഉള്ളൂ. ആർ യു ഷ്യൂർ? അതെ മാഡം, ഇവിടെ എല്ലാം വ്യക്തമായിട്ട് നോക്കി മാഡം. നിങ്ങൾ തയ്യാറായിരിക്കും. വിത്തിൻ 2-3 മിനിറ്റ്സ് ഞാൻ അവിടെ എത്തും. ശരി മാഡം.